ഹായ് ഫ്രണ്ട്സ്, ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനുള്ള ആൻസറുകളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് പെട്ടെന്ന് നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാഗ് വാങ്ങിച്ച് വിൽക്കുന്നവരാണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലായി കാണും, നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്നവരാണ് ഞങ്ങൾ. അതായത് നമ്മൾ ഒരു സാധനവും നമ്മൾ വാങ്ങിച്ചു വെച്ച് വിൽക്കുന്നില്ല. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ എന്താ പറയുക, കസ്റ്റമൈസേഷൻ പോലെ ചെയ്തെടുക്കുന്ന, നമ്മൾ തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കുന്ന ബാഗ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വീഡിയോസിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ബാഗ് വാങ്ങിച്ചു വെച്ച് വിൽക്കുന്നവരല്ല, ഞങ്ങൾ ബാഗ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റിനുള്ള ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, എത്ര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടേതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 9 പ്രൊഡക്റ്റുകളാണ് നമ്മളുടേതായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരെണ്ണവും കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 എണ്ണം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 11 ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമ്മുടേതായിട്ടുണ്ട്. അത് ഫസ്റ്റ് വൺ വരുന്നത് ടോട്ടി ബാഗ്സ് ആണ് കേട്ടോ. അപ്പൊ ടോട്ടി ബാഗ്സ്, മീഡിയം ടോട്ടി ബാഗ് നമുക്ക് ഇപ്പൊ പറയാം. ആ ടോട്ടി ബാഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം വന്നിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഞങ്ങള് അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടോട്ടി ബാഗ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ ഉദ്ദേശിച്ചത് കോളേജ് ഗോയിങ് കുട്ടികൾക്ക് ഉള്ള ഒരു ഉൽപ്പന്നം എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷേ ഞങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് 35+ ഏജിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ടോട്ടി ബാഗ്സ് വാങ്ങിച്ചേക്കുന്നത്. ഒത്തിരി അമ്മമാര് വാങ്ങിച്ചു, ഒത്തിരി ജോലിക്ക് പോകുന്ന ചേച്ചിമാര് വാങ്ങിച്ചിട്ടുണ്ട്, കൂടുതൽ ടീച്ചേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഞങ്ങളോട് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ബാഗ് ആണെന്നുള്ളതാണ്. അപ്പൊ ആദ്യം അതിന് ചെയ്യുമ്പോൾ 3 കമ്പാർട്ട്മെന്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വന്ന് ഇപ്പോ 5 കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടി ബാഗുകളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ടോട്ടി ബാഗ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ലോങ് ടോട്ടി ബാഗ്. അപ്പൊ ലോങ് ടോട്ടി ബാഗ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എൻക്വയറി ടോട്ടി ബാഗ് ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറികൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നീളമുള്ള ബാഗുകളും കൂടി വേണം എന്നുള്ളത്. കാരണം ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ചിലപ്പോൾ ഫയലുകളെല്ലാം വെച്ചുകൊണ്ട് പോകാനായിട്ട് കുറച്ച് വലിയ ഒരു ബാഗ് വേണമെന്നുള്ള അഭിപ്രായം വന്നപ്പോഴാണ് ഞങ്ങൾ ടോട്ടി ബാഗ് ഇത്തിരി ലോങ് ആക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ലോങ് ടോട്ടി ബാഗ് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ലിംഗ് ബാഗ്, മൂന്നാമത് വരുന്ന സ്ലിംഗ് ബാഗ്. സ്ലിംഗ് ബാഗ് അതിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഒരു പെട്ടി പോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ അത് സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ആ ഒരു ഷേപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഞങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം അതൊരു പെട്ടി പോലെ ഇരിക്കണം, വാഷബിൾ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കബോർഡുകൾ, കാർഡ്ബോർഡുകൾ ഉള്ളിൽ വയ്ക്കാൻ പറ്റില്ല വാഷബിൾ ആവണമെങ്കിൽ. അപ്പൊ അതിനുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. പക്ഷെ എങ്കിലും അതിനുള്ള ഫലം അതിനുണ്ടായി. ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് കിട്ടുവാനായിട്ട് സഹായിച്ചു. ഓക്കെ, അങ്ങനെയാണ് മൂന്നാമത്തെ നമ്മുടെ സ്ലിംഗ് ബാഗ് വരുന്നത്. നാലാമത് നമ്മൾ സ്ലിംഗ് ബാഗിന്റെ തന്നെ ഒരു മിനി സ്ലിംഗ് ബാഗ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഹാൻഡിൽ നമ്മൾക്ക് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ സ്ലിംഗ് ആക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് ഊരി വെക്കാൻ പറ്റുന്ന തരത്തില് അങ്ങനെ കൊളുത്ത് വെച്ചിട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ജീൻസ് സ്ലിംഗ് ബാഗ്സ് ആണ്, മിനി ജീൻസ് സ്ലിംഗ് ബാഗ്സ് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അടപ്പും കൂടി വെച്ചുകൊണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്തതാണ്, അടപ്പും കൂടി വെച്ചുകൊണ്ട് മിനി സ്ലിംഗ് ബാഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം സ്ട്രാപ്പുകൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഖാദി സ്ട്രാപ്പ് എന്നുള്ളത് നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ഈ കാറിന്റെയൊക്കെ സീറ്റ് ബെൽറ്റ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മിക്കവാറും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ബാഗ്സ് എല്ലാം അങ്ങനെയുള്ള സ്ട്രാപ്പുകളാണ് വെച്ച് വരുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും പരിചയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ബാഗുകൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗിനും ആ ഒരു മോഡിഫിക്കേഷൻ നൽകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കാറിന്റെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു മെറ്റീരിയൽ അത് യൂസ് ചെയ്തിട്ട് ബാഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സ്കൂൾ സീസൺ ആയപ്പോൾ നമ്മൾ ലഞ്ച് ബാഗുകൾ ഇറക്കി. അത് മീഡിയം സൈസും ലാർജ് സൈസും എല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ലഞ്ച് ബാഗ് മാത്രമായിട്ടല്ല അത് പോയത്, അതും വേറെ പല യൂസുകൾക്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ സൺഗ്ലാസ് പൗച്ചസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് ബാഗുകളൊക്കെ ഇറക്കിയായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക്. കാരണം ചിലതിന്റെ സൈസുകൾ വ്യത്യാസമുണ്ട്, ചിലവർക്ക് ലോങ് വേണം, ചിലർക്ക് ഷോർട്ട് വേണം എന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം നമ്മൾ മിനി സ്ലിംഗ് ബാഗിൽ മാത്രമാണ് ആ ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ നമുക്ക് ലാസ്റ്റ് അതിനെപ്പറ്റി സംസാരിക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള മീഡിയം പൗച്ചസ്. അപ്പൊ ശരിക്കും നിങ്ങള് ടോട്ടെ ബാഗ്സും ഈ മീഡിയം പൗച്ചസും ആയിരുന്നു ഫസ്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് കേട്ടോ. അപ്പൊ മീഡിയം പൗച്ചസും നമുക്ക് വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആ മീഡിയം പൗച്ചസിന്റെ ഉള്ളിലും ഒരു കമ്പാർട്ട്മെന്റുകളുള്ള കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. അതിന്റെ തന്നെ മീഡിയം, ലാർജ് ഉണ്ട്, മീഡിയം ഉണ്ട്, സ്മോൾ പൗച്ചസ് ഉണ്ട്. അപ്പൊ അതിന്റെ തന്നെ വെറൈറ്റീസും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓർഡർ ചെയ്താൽ എത്ര ദിവസം എടുക്കും കയ്യിൽ കിട്ടാൻ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി ഓർഡറുകൾ എടുക്കുന്നവര് ഞങ്ങള് ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോൾ കിട്ടും ചേച്ചി, ഇത് ഒരാഴ്ച കഴിഞ്ഞാണോ? അങ്ങനെയല്ല, നിങ്ങൾ എന്നാണോ ക്യാഷ് അടച്ച് ഇത് ബുക്ക് ചെയ്യുന്നത്, ക്യാഷ് എന്നാണോ നമ്മൾ റിസീവ് ചെയ്തേക്കുന്നത്, ആ ദിവസത്തിന്റെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ, ഇപ്പൊ സൺഡേ ആണെങ്കിൽ ഒഴിവായിരിക്കും പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ പോസ്റ്റ് ഓഫീസ് എന്നാണോ ഉള്ളത് ആ വർക്കിംഗ് ഡേ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പാഴ്സൽ അല്ല സ്പീഡ് പോസ്റ്റിലാണ് നമ്മൾ കൊറിയറുകൾ ചെയ്യുന്നത്. കാരണം പാഴ്സൽ സർവീസ് കുറച്ച് ലേറ്റ് ആയിട്ടും ഡിലേ ആയിട്ടും ഒക്കെയാണ് കിട്ടുന്നതെന്ന് അവിടുത്തെ അധികാരികൾ തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത ഒരു സാധനം നമുക്ക് പെട്ടെന്ന്, എനിക്ക് തന്നെ ഞാനൊരു സാധനം ഓർഡർ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ട്. ആദ്യം പരിഗണനയിൽ എടുത്തുകൊണ്ട് ഓർഡർ ചെയ്തു, പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടുന്ന് സ്പീഡ് പോസ്റ്റ് അയക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഞങ്ങൾ ഇവിടുന്ന് സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നതാണ്. മാക്സിമം 3 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാവർക്കും ഇന്നേ വരെ ഡെലിവർ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെയാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾ ഒന്ന് വൈകി പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. നിങ്ങൾ എന്നാണ് ഓർഡർ തന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഇവിടുന്ന് ഐറ്റം ഡിസ്പാച്ച് ആവും. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ബാഗുകളും ഷോപ്പുകളിൽ കിട്ടുമോ എന്നുള്ളത്. നമ്മുടെ ടോട്ടെ ബാഗ്സും മീഡിയം പൗച്ചസും മാത്രമാണ് ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലും ചില ഷോപ്പുകളിൽ സ്ലിംഗ് ബാഗുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ബാഗുകളും നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ അല്ല കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ, ജീൻസ് ഉൽപ്പന്നങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് ജീൻസ് മെറ്റീരിയൽ മാത്രമല്ല ഉള്ളത്. നമ്മൾ ചാർലി മെറ്റീരിയൽ ഓൾറെഡി ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചാർലി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. ജീൻസ് ഫാബ്രിക്സ് ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ സെയിൽ കിട്ടിയേക്കുന്നതും നമുക്കൊരു അറ്റൻഷൻ കിട്ടിയേക്കുന്നതും ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ചാർലി മെറ്റീരിയൽ ഉണ്ട്, 906 എന്ന മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ബാഗുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും മെറ്റീരിയലുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് 6, നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടോ? നമുക്ക് ഷോപ്പ് ഇല്ല. അതായത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ കാണുന്നത്, വീഡിയോസിൽ കാണുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അപ്പൊ ആ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വന്നുള്ള ഒരു പർച്ചേസിങ് ഇപ്പൊ അവൈലബിൾ അല്ല. കൂട്ടുകാർക്ക് ധാരാളം വീഡിയോസ് ഓൾറെഡി ഞങ്ങൾ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇഷ്ടമുള്ള ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പൊ അത് തന്നെ ഒരു വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പേരുകളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലാർജ് കളക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഷോപ്പ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് മാത്രമേ ഉള്ളൂ. അടുത്തത് വരുന്നത്, നിങ്ങൾ കസ്റ്റമൈസേഷൻ ചെയ്യാറുണ്ടോ? ഒത്തിരി പേര് നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇറക്കിയിരിക്കുന്ന കുറേ ബാഗ്സ് ഉണ്ട്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. പിന്നെ എംബ്രോയിഡറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംബ്രോയിഡറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേരെഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ പേരല്ല, ചിലവർക്ക് വേറെ ചില അഡ്രസ്സുകൾ അല്ലെങ്കിൽ ചില വാചകങ്ങൾ ഒക്കെ എഴുതണമായിരിക്കും. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് തരുന്നതാണ് ഡിസൈനിങ്ങിൽ കേട്ടോ. പ്ലസ് നമ്മുടെ മിനി സ്ലിംഗ് ബാഗില് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അതിന്റെ സൈസ് നമുക്ക് 8.5 ഇഞ്ച്, 6.5 ഇഞ്ച്, 10.5 ഇഞ്ച്, 12.5 ഇഞ്ച് അങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് മിനി സ്ലിംഗ് ബാഗിൽ മാത്രം.
ഓക്കെ. പിന്നെ ചിലവർ പറയാറുണ്ട് ഈ ഖാദിയുടെ സ്ട്രാപ്പ് വെക്കുന്നത് ചിലപ്പോൾ ലോങ് ടോട്ടേ ബാഗിൽ ആ സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ വെച്ച് തരണം. പിന്നെ ചിലവർ പറയാറുണ്ട് അഡ്ജസ്റ്റബിൾ വേണ്ട എന്നൊക്കെയുള്ള. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും. പക്ഷെ ഓവറോൾ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കാണുന്ന ആ ഒരു പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലൊരു കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്വാളിറ്റി. നമ്മൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം അതിന് വേണ്ട പ്രൊഡക്റ്റുകളുടെ അവൈലബിലിറ്റി ആണ് നോക്കുന്നത്, അതിന്റെ ക്വാളിറ്റി ആണ് നോക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രാപ്പ്, ഖാദിയുടെ സ്ട്രാപ്പ് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് വന്നതിന് ശേഷം ഞങ്ങൾ തന്നെ ഒന്ന് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് കഴുകി നോക്കി, വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി അതിന്റെ കളർ പോവോ ഇല്ലയോ എന്നൊക്കെയുള്ള സെർച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാഗ് നിർമ്മിച്ചു തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതുപോലെ തന്നെ ലൈനിങ് പീസ് എല്ലാം നിങ്ങൾക്ക് അറിയാം, എല്ലാ ബാഗുകളിലും ലൈനിങ് പീസ് ഒക്കെ ഉള്ളിൽ കമ്പാർട്ട്മെന്റ് തിരിക്കുന്നതെല്ലാം സിംഗിൾ ലൈനിങ് പീസ് വെച്ചിട്ടായിരിക്കും. നമ്മൾ തന്നെ നമ്മളെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ലൈനിങ് പീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഡബിൾ ലൈനിങ് പീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം വാങ്ങിച്ച കൂട്ടുകാരെല്ലാം അതിൽ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു മേഖലയാണ് അത്. കാരണം എല്ലാവരുടെയും ബാഗുകൾ ലോങ് സ്റ്റിച്ച് ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ നമ്മുടെ ബാഗെല്ലാം സ്റ്റിച്ചിങ് ഭയങ്കര പെർഫെക്ഷൻ ആണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അതിന് ഒരുപാട് നന്ദി. ഓക്കെ. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും പേടി വേണ്ട. സ്റ്റിച്ചിങ് എല്ലാം പക്കയായിരിക്കും. എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ച് ആണ് പോയേക്കുന്നത്, സിംഗിൾ സ്റ്റിച്ച് അല്ല കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര തൊഴിലാളികൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ 2 തൊഴിലാളികളെ ഉള്ളൂ. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ ജസ്റ്റ് കട്ട് ചെയ്യാനൊക്കെ പപ്പ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് എന്താ പറയാ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത്, മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യുന്നത്, മെറ്റീരിയൽസ് വിൽക്കുന്നത് ഒക്കെ. സത്യം പറയുകയാണെങ്കിൽ ബാലചന്ദ്രമേനോന്റെ സിനിമ പോലെയാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നു, വിൽപ്പനയും ഞങ്ങൾ തന്നെ നടത്തുന്നു. ഓക്കെ. പിന്നെ ഐഡിയ ഉള്ളപ്പോൾ ഐഡിയയും ചെറിയ ചെറിയ ഹെൽപ്പുകളെല്ലാം ചെയ്യാറുണ്ട്. പാക്കിംഗ് സെക്ഷനിലൊക്കെയാണ് കേട്ടോ കൂടുതലും ഒന്ന് ഹെൽപ്പ് ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഡിസൈനിങ്. ചിലവർ ചോദിക്കാറുണ്ട് നേരത്തെ എന്തായിരുന്നു, അല്ലെങ്കിൽ ഡിസൈനിങ് ഐഡിയാസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ ബാഗ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് എങ്ങനെയാണ്, അതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉള്ളത്. ഈ ബിസിനസ്സിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത്. ശരിക്കും ഞങ്ങള് ഈ സാരി ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ തന്നെ മെറ്റീരിയൽസ് ഫ്രഷ് ആയിട്ട് എടുത്ത് നമ്മൾ അതൊരു ചുരിദാർ സെറ്റ് ആക്കി മാറ്റുകയാണ്. ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് ഈ ചുരിദാർ സെറ്റുകളായിരുന്നു എന്താ പറയാ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ബൊട്ടിക് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ സെറ്റ് 3 പീസ് ചുരിദാർ സെറ്റുകളായിരുന്നല്ലോ. അപ്പൊ ആ 3 പീസ് ഐറ്റംസും 3 സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നമ്മൾ അതിനെ ഒരു സെറ്റാക്കി മാറ്റുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനിങ് കോച്ചറായിട്ടാണ് നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്താ പറയാ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ബാഗുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം ആ സമയത്ത് തന്നെ ചുരിദാർ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് തന്നെ ചിലപ്പോൾ പറയാറുണ്ട് അതിന്റെ സെയിം കളർ ബാഗ് കിട്ടുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. എംബ്രോയിഡറി സെയിം ചെയ്തൊരു ബാഗും കൂടി മഞ്ജുന് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ചുരുക്കം ചില കസ്റ്റമേഴ്സിന്, എൻക്വയറി ഉള്ള കസ്റ്റമേഴ്സിന് മാത്രം അങ്ങനെ ബാഗുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ആ മെറ്റീരിയൽ, ഇപ്പൊ ചുരിദാറിന്റെ ആണെങ്കിൽ ആ ചുരിദാറിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ഒരു ബാഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല. തുണി വെച്ചിട്ട്, അതായത് നമ്മുടെ ചുരിദാറിന്റെ അതേ തുണികളൊക്കെ വെച്ചിട്ട് തന്നെയാണ്, സ്റ്റിഫ് നെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചൊക്കെയാണ് ബാഗുകൾ ക്രിയേറ്റ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയായിരുന്നു ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ബിസിനസ്സിൽ, ആ ബിസിനസ്സുകളിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് ഫാഷൻ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. അതുമല്ല, ട്രെൻഡ് മീൻസ് മെറ്റീരിയൽസിന്റെ ട്രെൻഡ്. ഇപ്പൊ ഷിഫോൺ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അത് പാടെ മാറി കോട്ടൺ പെട്ടെന്ന് വരുന്നത്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് എന്താ പറയാ മുന്നോട്ട് പോകാൻ ഈ ചെറിയൊരു സംരംഭങ്ങളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ സമയത്തും ഞങ്ങള് ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ഐറ്റംസ് വേണം കിട്ടാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ബിസിനസ് നമുക്ക് പ്രോഫിറ്റബിൾ ആവില്ല. പിന്നെ ഹാൻഡ് വർക്ക് കൂട്ടുകാർക്ക് അറിയായിരിക്കുമല്ലോ, ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ 2 ദിവസം പരിപാടി ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു സാരിയൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാടുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടാത്ത വരുന്ന ഒരവസരമുണ്ട്. അപ്പൊ ആ ഒരു സമയം, ആ ഒരു അവസരം നമുക്കതൊരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രൊഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു എന്താ പറയാ, അത് നമ്മൾ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അതിൽ നിന്നാണ് ഞങ്ങള് നേരെ ഈ ഒരു ബാഗ് ബിസിനസ് അല്ലെങ്കിൽ റൂട്ട് സപ്ലൈ ബാഗുകൾ ഷോപ്പുകളിൽ എത്തിച്ചു കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു ബിസിനസ്സിലേക്ക് മാറിയത്. പിന്നെ ഒത്തിരി കൂട്ടുകാര് ഈ ഡിസൈനിങ് ഒക്കെ കണ്ടോണ്ടായിരിക്കും അവര് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ചുരിദാർ ചെയ്ത് തരാമോ, സാരി ചെയ്ത് തരാമോ എന്നൊക്കെ. അപ്പൊ വളരെ സോറി, അത് നമ്മളിപ്പോ ആ ബിസിനസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ സമയം നമുക്ക് പറ്റില്ല ചെയ്തെടുക്കാനായിട്ട്, നമുക്കത് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു 10 ക്വസ്റ്റ്യൻ. കൂടുതൽ ചോദിച്ച അതിൽ നമ്മൾ സെലക്ട് ചെയ്ത 10 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ബാഗ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് പഴകിയ അല്ലെങ്കിൽ ബാഗുകൾ മേടിച്ച് ഇങ്ങനെ വെച്ച് പഴകി ഇരിക്കുന്ന ഒരു ബാഗുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയിലല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഹോൾസെയിൽ കടയിൽ വന്ന് കിടന്ന് അത് റീറ്റെയിൽ കടയിലേക്ക് എത്തി നമ്മൾ ഇവിടുന്ന് വീണ്ടും വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്ലൈ അല്ല ചെയ്യുന്നത്. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഫ്രഷ് മെറ്റീരിയൽസ് എടുത്ത് ഫ്രഷ് ആയിട്ട് അപ്പോൾ തയ്ച്ചെടുക്കുന്ന ബാഗുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പൊ അത് ഏറ്റവും ഫ്രഷ് ആയത് ബാഗുകളായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൂട്ടുകാരോട് പറയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും അത്രയും ഫ്രഷ്നെസ്സും അത്രയും ഇഷ്ടവും അതിനോട് തോന്നാൻ കാരണം. വാങ്ങിച്ച കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. അപ്പൊ കൂട്ടുകാര് വീണ്ടും പുതിയ ടിപ്സും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഡിസൈനും ഉപകാരപ്പെടട്ടെ. ഡിസൈനിങ്സ് ഒക്കെ നിങ്ങളും ഒരു നല്ല ഡിസൈനർമാരൊക്കെ ആയിട്ട് മാറട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.